കേസിൽപ്പെട്ട് യാത്രാവിലക്ക് നേരിടുന്നവർക്ക് ആശ്വാസവാർത്ത. ഇനി മുതൽ UAE-യിൽ കേസ് തീർപ്പായാൽ മിനിറ്റുകൾക്കുള്ളിൽ യാത്രാവിലക്ക് നീക്കം ചെയ്യപ്പെടും. കേസിൽ ഉൾപ്പെട്ടതിനാൽ UAE-യിൽ യാത്രാവിലക്ക് നേരിടുന്നവർക്ക് അത് നീക്കം ചെയ്യാൻ ഇനി മുതൽ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. കേസ് തീർപ്പായാൽ യാത്രാവിലക്ക് സ്വയമേവ നീക്കം ചെയ്യപ്പെടുമെന്ന് UAE-യിലെ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ 9ഓളം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് യാത്രാവിലക്ക് നീക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ യാത്രാവിലക്ക് നീക്കുന്നതിന് നടപടിക്രമങ്ങൾ ഒന്നുമില്ലെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ വീഡിയോയിലൂടെ വ്യക്തമാക്കി. നേരത്തെ യാത്രാവിലക്ക് നീക്കുന്നതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ചില അനുബന്ധ രേഖകളും നൽകേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ അവ ആവശ്യമില്ല. നേരത്തെ ഒരു പ്രവൃത്തി ദിവസം മുഴുവൻ നീളുന്ന നടപടിക്രമങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ വേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോഴിത് മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കപ്പെടും. സർക്കാർ ചുവപ്പുനാടകൾ ഒഴിവാക്കാനുള്ള UAE-യുടെ സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങൾ നീക്കി ഫെഡറൽ സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം ആദ്യമാണ് പദ്ധതി അവതരിപ്പിച്ചത്. കേസുകൾ കഴിയുന്ന ഉടൻ യാത്രാനിരോധനം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. യാത്രാവിലക്ക് നീക്കാൻ പൂർത്തിയാക്കേണ്ടിയിരുന്ന 9 നടപടിക്രമങ്ങൾ ഇതോടെ പൂർണ്ണമായും ഇല്ലാതാകും. നടപടികളുടെ കാലതാമസം ഒരു ദിവസത്തിൽ നിന്ന് മിനിറ്റുകളിലേക്ക് ചുരുങ്ങും. നേരത്തെ അപേക്ഷയ്ക്കൊപ്പം കേസ് അവസാനിച്ചതായ രേഖയും അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇനി മുതൽ അതൊന്നും ആവശ്യമുണ്ടാകില്ല. ദുബായിലെയും അബുദാബിയിലെയും ജുഡീഷ്യൽ വകുപ്പുകൾ പിഴ അടയ്ക്കുന്നതോടെ യാത്രാവിലക്ക് റദ്ദാക്കുന്നതിന് ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ UAE-യിൽ നിന്ന് വരുന്ന മറ്റൊരു സന്തോഷവാർത്ത സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 4 ചുരുക്കാൻ ദുബായ് ഒരുങ്ങി എന്നതാണ്. ജോലി സമയം 7 മണിക്കൂറായി കുറയ്ക്കാനും തീരുമാനിച്ചു. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കുക. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബുധനാഴ്ചയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ദുബായിലെ 15 സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ദുബായ് സർക്കാരിന്റെ മാനവ വിഭവശേഷി വകുപ്പ് ആരംഭിച്ച അവർ സമ്മർ ഈസ് ഫ്ലെക്സിബിൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റം. ജീവനക്കാരുടെ ജോലിയിലെ പ്രകടനവും കാര്യക്ഷമതയും ഉയർത്തുകയെന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ജീവനക്കാർക്കിടയിൽ വേനൽക്കാലത്തെ ജോലി സമയം സംബന്ധിച്ച് ഒരു സർവേ നടത്തിയിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പ്രവൃത്തി സമയം വെട്ടിക്കുറയ്ക്കുക എന്ന നിർദ്ദേശത്തിന് വലിയ പിന്തുണയാണ് സർവേയിൽ ലഭിച്ചത്. അതിന്റെ ഭാഗമായാണ് ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവൃത്തി ദിനം 4 ചുരുക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഫലം നിരീക്ഷിച്ച ശേഷം ഭാവിയിലും ഇതേ രീതിയിൽ അവധി നൽകണോ എന്ന കാര്യത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് തീരുമാനമെടുക്കും. 2022 ജനുവരിയിൽ UAE സർക്കാർ ആഴ്ചയിലെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം 4.5 കുറച്ചിരുന്നു. അതേസമയം തന്നെ ഷാർജയിലും പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 4 ചുരുക്കിയത് വാർത്തയായിരുന്നു. 2022 UK-യിലും ആഴ്ചയിൽ 4 ദിവസം പ്രവൃത്തിദിനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു. ഇതിനുശേഷം 61 കമ്പനികൾ ഈ തീരുമാനം തുടരുമെന്നറിയിച്ച് മുന്നോട്ട് വന്നു.